ഒരു പാട്ടുണ്ട്, കൂർക്കും ചാളിയും വെച്ചളിയ ഊരേമ മണി കൊട്ടി കൊട്ടളിയ എന്ന് പറയും. ചാളര മാംസം മാത്രം നമ്മൾ ഇതിങ്ങനെ വെറുതെ നടത്തിയിടാട്ടാ. കുറച്ച് സമയം ഇരിക്കണം ആ കൂർക്കലിക്കൊക്കെ പിടിക്കാൻ. കൊക്കക്കോളക്കാരോട് ഇമ്രാന് ഭയങ്കര ദേഷ്യ. കാലുകൊണ്ട് ചവിട്ടിട്ടാണ് തൊലി കളയാ, ശബ്ദം അടയില്ലോ. കുറച്ചടഞ്ഞുണ്ട്. ഇത് ശരിയായി, ഇത് നല്ല ഗ്രാൻഡ് ആയിട്ട് വെക്കുന്നത്. അതന്നെ. സരിതര നീരൊഴിച്ചൊക്കെ കുറഞ്ഞു. വൈകുന്നേരം സമയമാണ്. ചാളിൻ്റെ ആയിരുന്നു, ചാള നാള് 1 കിലോ വാങ്ങിച്ചു. അതിൽ പകുതി എടുത്തിട്ട് മിഞ്ഞാന്ന് കൂട്ടാൻ വെച്ചു. ഇന്ന് ചാളയും കൂർക്കും വയ്ക്കാനാണ് ചാള വാങ്ങിച്ചു കൊണ്ടത്. പക്ഷേ അത് ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ നമ്മുടെ കൂർക്ക ഞാൻ മിഞ്ഞാന്നേ ഇത് മഴ പെയ്തപ്പോൾ കേടായി പോയിട്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഒരു കടയിൽ നിന്ന് പറിച്ചു വയ്ക്കുന്നത്. അല്ല, ഇത് എപ്പോൾ പറിച്ചാന്നറിയോ? കൃഷിഭവൻകാർ വെറുതെ നോക്കാൻ വന്നിട്ടായിരുന്നുണ്ട്. അപ്പോൾ അവർക്ക് കൂർക്ക കാണിച്ചു കൊടുക്കാനായിട്ടേ ഒരു കട പറിച്ച അതാണ് കേട്ടാ. നമുക്ക് കുറച്ച് കൂർക്ക പറിക്കാം. ചാളയും കൂർക്കും തൃശ്ശൂർക്കാരുടെ കൂട്ടാനാണ്. മറ്റുള്ളവർ നമ്മുടെ നല്ല മുഴുത്ത കൂർക്കളാണ് കേട്ടോ. എന്തൊരു വലിപ്പം നോക്കിയേ. ഒരെണ്ണത്തിനെ പോലും ഒരു കേട് പോലും സംഭവിച്ചിട്ടില്ല കേട്ടാ. ഇങ്ങനത്തെ പണികളാണെങ്കിൽ അധികമൊന്നും വേണ്ട, കുറച്ചെണ്ണം മതി. ഒരു പാട്ടുണ്ട്, പണ്ട് ഞാൻ പാടി നടക്കും. കൂർക്കും ചാളിയും വെച്ചളിയ പിന്നെ ഊരേമ മണി കൊട്ടി കൊട്ടളിയ എന്ന് പറയും. ഒരു പാട്ടാണ് കേട്ടോ ഇവിടുത്തെ തൃശ്ശൂർക്കാരെ. ചെറുപ്പത്തിൽ ഞാൻ പിള്ളേരുകളൊക്കെ പാടി നടക്കുന്ന പാട്ടത്. കൂർക്ക പറിക്കണോടത്ത് മീൻകാരൻ ചാളയും കൊണ്ട് വരുമ്പോൾ അപ്പോഴൊക്കെ പാടുന്ന പാട്ടാണ്. പിള്ളേരുകൾ ഇതാണ് നോക്കി, നല്ല മുഴുത്തതാണ്. ഇത്രയും മതി നമുക്ക്, അധികമൊന്നും വേണ്ട. കൂർക്കയിൽ ഇപ്പം അത്രയ്ക്കധികം ചാളയിട്ട് വയ്ക്കണ്ടല്ലോ. അല്ല, ചാളയിൽ അത്രയ്ക്കധികം കൂർക്കിട്ട് വയ്ക്കണ്ടല്ലോ. ഒരു കടയിൽ വേണ്ടി പറിച്ചാൽ മതി, ധാരാളമായി കട. ഇനിയിപ്പോൾ ഈ മഴക്കാലം തുടങ്ങിയില്ലേ, പുതുമഴ പെയ്യല്ലോ. ഈ ഏപ്രിൽ മാസം ആ സമയമാകുമ്പോൾ പെയ്യും. അല്ല, ആ സമയത്ത് പെയ്യുമ്പോഴല്ല, മഴ പെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഈ കൂർക്കല ഈ മണികളൊക്കെ നമ്മുടെ കണ്ണി പെടാത്ത മണികളൊക്കെ ഇല്ലേ, ഈ മണ്ണിൻ്റെ അടിയിലൊക്കെ പോയിട്ടുള്ളത്, അവരൊക്കെ ഇങ്ങനെ മുളച്ച് ഇവിടെ കൂർക്കെടുന്ന് അറിയും. നമുക്ക് വേഗം പോവാം. കുടിയിലേക്ക് പോകുന്നത് കേട്ടാ. ചാളയും കൂർക്കും ഭയങ്കര ടേസ്റ്റുള്ളൊരു സാധനം കേട്ടോ. നെയ്ച്ചാള വേണം ശരിക്കും. ഇപ്പോൾ ഒരു ചെറുതായിട്ട് നെയ്യുള്ള ചാളീനെ കിട്ടിയത്. അപ്പോൾ ആ ചാളയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ട്. എന്തിട്ടൊരു ഷേപ്പ് നോക്കി, അതിൻ്റെ ഓരോ കൂർക്കകളുടെ ഷേപ്പാണ് കേട്ടോ. കാര്യമില്ല. പച്ചമുളക് ഒരു 2-3 പൊട്ടീന് കേട്ടോ നമുക്ക്. നമ്മളിപ്പം പച്ചമുളക് അടിപൊളിയിട്ടുണ്ടാവണം കേട്ടോ. നോക്കിയേ എന്തൊരു വലിപ്പമുള്ള പച്ചമുളക് നോക്കിയേ. ഇതൊക്കെ എനിക്ക് അത്ഭുതം തോന്നാണ് കേട്ടോ. ജൈവ പച്ചമുളകല്ലേ നമുക്ക് ഇത്രയ്ക്ക് വലിപ്പമുള്ളത് ഉണ്ടാവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഉണ്ടാവാറില്ല. അധികം ഉണ്ടാവും, പക്ഷേ ഇത്രയ്ക്ക് വലിപ്പമുള്ള ഉണ്ടായിട്ടില്ല. 3 പച്ചമുളക് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൈപ്പിൻ്റെ അവിടെ വന്ന് സാധനം കൊണ്ടുവന്നു. ഇതാണ് എൻ്റെ കൂർക്ക ചവിട്ടുന്ന സഞ്ചിട്ടാ. ഇത് നല്ല സഞ്ചിയായിരുന്നു, പക്ഷേ ഇമ്രാൻ നശിപ്പിച്ചു. അപ്പോൾ ആദ്യം ഇതൊന്ന് കൂർക്കി നമുക്കൊന്ന് വെള്ളത്തിലിട്ട് സിമ്പിൾ പരിപാടിയായിരുന്നു. ഇമ്രാൻ പൊട്ടിച്ചിട്ടുള്ളതാണ് ഈ വക സാധനങ്ങൾ. അപ്പോൾ അതിനെ കൂർക്ക സഞ്ചിക്ക് മാറ്റി. കൊക്കക്കോളക്കാരോട് ഇമ്രാന് ഭയങ്കര ദേഷ്യമാണ്. ഒരു കുപ്പിയാണ് വല്ലപ്പോഴും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നാളെ ഷവർമ്മ വാങ്ങിച്ചു കേട്ടോ. അതിന് കുപ്പിയാണിത്. ഷവർമ്മ വാങ്ങിച്ചപ്പോഴുള്ള കുപ്പിയില്ല, ഷവർമ്മ വാങ്ങിക്കുമ്പോൾ കൊക്കക്കോള തന്നെ വാങ്ങിച്ചു. അതിന് കുപ്പിയാണ്. ഇമ്രാൻ നീ പരിവാക്കിയിട്ടു. ഇമ്രാനെ നീ എവിടെയാ? കഴുകി കഴിഞ്ഞാലേ പെട്ടെന്ന് കൈയോടെ എനിക്ക് ചവിട്ടാനുള്ളതാണ്. മണ്ണെന്ന് കളഞ്ഞു കഴിഞ്ഞാലേ എന്നിട്ട് തിരിക്കി ഈ സഞ്ചരിക്കാനിടും. നമ്മൾ കൂർക്കാൻ ചവിട്ടി വരുമോ? ചെരുപ്പ് കൊണ്ട് ഇട്ടിട്ട് ചവിട്ടാം. ഇവിടെ കാലുകൊണ്ട് വേണമെങ്കിൽ ചവിട്ടാം. ചെരുപ്പ് കൊണ്ട് ചവിട്ടുമ്പോഴേ ശരിയാവണില്ല. പണ്ട് കിണറ് ചേറെടുക്കും, വേനൽക്കാലത്ത് ചേറെടുക്കും. വേനൽക്കാലത്ത് വെള്ളം വറ്റുമ്പോൾ അതിലത്തെ ചേറൊക്കെ കോരി വെടുപ്പാക്കി കിണറ് വൃത്തിയാക്കുന്ന സാധനമുണ്ട്. അത് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു മുള കൊണ്ടുള്ള ചൂരക്കൊട്ട എന്ന് പറയും. ചൂരക്കൊട്ട ഇങ്ങനത്തെ ഇത്രയ്ക്ക് പോകുന്നൊരു കൊട്ടയായിരിക്കും.
അതിന് 2 കാതുണ്ടാവും. അത് അതിലാണ് ഈ ചേറ് കോരി മുകളിലേക്ക് കൊണ്ടുവരിക. അങ്ങനത്തെ ചൂരക്കൊട്ട ഒരുവിധം വീടുകളിലൊക്കെ ഉണ്ടാവും കേട്ടോ. ആ ചൂരക്കൊട്ടയിൽ ഈ കൂർക്കിട്ടിട്ട് കാലുകൊണ്ട് ചവിട്ടിയിട്ടാണ് തൊലി കളയുക. ആ ചൂരക്കൊട്ടയുടെ ഇത് മെടച്ചിലുണ്ടല്ലോ, മുളകര മെടച്ചിലുണ്ടല്ലോ, ഇങ്ങനെയാണ് മെടച്ചിൽ വരുന്നത്. കണ്ടാ, ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ ഇടയിൽ ഒരെണ്ണം കയറിയിട്ട് ഇങ്ങനെയാണ് മെടച്ചിലുണ്ടാവും. മെടച്ചിൽ ഇങ്ങനെയായിരിക്കും മെടച്ചിൽ, നമ്മൾ കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ മെടച്ചിലിൻ്റെ ഈ കൂർക്കയിലിട്ടിട്ട് ഈ മെടച്ചിലിൻ്റെ ഇടയിലേക്ക് എൻ്റെ കൂർക്കനെ പെടുമ്പോൾ പെട്ടെന്ന് തൊലി പോകും, നല്ല വൃത്തിയായി കിട്ടും. ഇന്ദ്ര ദൂഷി എന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ആൾക്ക് കാണുമ്പോൾ ദേഷ്യം വരും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കാലുകൊണ്ടാണ് ചവിട്ടാ, നമ്മുടെ കാലുകൊണ്ടാണ് ചവിട്ടാ. നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ബംഗാളികൾ വന്നു കഴിഞ്ഞാൽ പൊറോട്ട അടിക്കുമ്പോൾ ചവിട്ടി കുഴക്കുന്നത് കാലുകൊണ്ടാന്ന് പറയില്ലേ. അത് കൂർക്ക ഇനി ഒരു വട്ടം ചവിട്ടണം കേട്ടാ. കൂർക്ക തൊലിയാകുന്നത് അങ്ങനെയായിരുന്നു അന്ന്. പിള്ളേർക്ക് കാണുമ്പോൾ ദേഷ്യം വരും. അത് അങ്ങനത്തെ രീതി. ഇതിപ്പോൾ നല്ല വലിപ്പുള്ള കാരണം നമുക്ക് കത്തി കൊണ്ട് തന്നെ കൂർക്ക തൊലി കളയാൻ പറ്റും. ഒരു വട്ടം കൊണ്ട് ചവിട്ടാം വെറുതെ. മതി. ഇനി അധികം പോവില്ലേ, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കാലാവസ്ഥ വരേണ്ടതാണ്. അപ്പോൾ കൂർക്കും വരണ്ട്, കൊല്ലിനും പൂജ കഴിക്കും. ഇപ്പം ഞാൻ കൂർക്കാൻ നഗരം തുടങ്ങിയിട്ടാ. സരിത ദേ വരുന്നുണ്ട് ഇപ്പോൾ. ഇനി നമ്മൾ സാധാരണ പോലെ കഷ്ണങ്ങളാക്കി ഇടണം കേട്ടോ. നല്ല വലിപ്പുള്ള മണികളായ കാരണം ഒരു മീഡിയം ഇങ്ങനത്തെ കഷ്ണങ്ങളായിട്ട്. ഈ ഉരുളക്കിഴങ്ങിൻ്റെ പോലെ തന്നെ കൂർക്കയും വെള്ളത്തിലേക്കാണ് അരിഞ്ഞിട്ടുണ്ട് കേട്ടാ. വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടില്ലെങ്കിൽ കറിയാവും, അതിൻ്റെ കളറുമ പോവും. ഒക്കെ ഒരളവുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഇടാം. സമയം വൈകുന്നേരം 6:30 കഴിഞ്ഞു കേട്ടോ. ശരി, കുറച്ച് സാധനങ്ങൾ അരിയാണ്ട് ഒന്ന് ശബ്ദം ഒന്ന് പുറപ്പെടുപ്പിച്ച് തരുതേ. ശബ്ദം പുറപ്പെടുവിക്കാനാ? ആ ശരിയായിട്ടോന്ന്. നീരൊഴിച്ച ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ശബ്ദം അടയില്ലോ. ആ, കുറച്ച് അടഞ്ഞിട്ടുണ്ട്. ഇപ്പം ശരിയായി. മൂക്കൊക്കെ നന്നായിട്ട് അടഞ്ഞിരിക്കുന്നു. ഇപ്പൊ തുറന്നു. ചാള അവിടെ വാങ്ങിച്ചോടെന്ന് വെച്ചിട്ടാ ഞാൻ കാണിച്ചു തരാം. ചാള അതിലത്തെ പകുതി ചാള എടുത്തിട്ട് 2-3 ദിവസം മുന്നേ കൂട്ടാൻ ഞാനത് പറഞ്ഞു. പോവാ. അതേ, ഈ കൂർക്കില്ലേ, ഇതിന്ന് കിട്ടിയൊരു കൂർക്കാണ് കേട്ടാ. നോക്കിയേ, അത് ഞാൻ ചവിട്ടിയില്ല. നോക്കിയേ, കണ്ടാ. ഇത് ശകുനിയും ധർമ്മപുത്രമൊക്കെ പകിട കളിക്കില്ലേ, അതുപോലത്തെ ഇല്ലേ പകിട 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 പട പട പട. പിന്നെ ഇന്നാള് നമ്മുടെ ഇന്നലെ ഒരു സിനിമ ഉണ്ടല്ലേ, എന്നിട്ട് പടക്കളത്തില് അവര് ആ സാധനത്തിന്റെ എന്താ സാധനത്തിന്റെ പേര്, ഡൈസിലുള്ള സാധനം പോയില്ലേ. ഇത് നോക്കിയാ ഇല്ല, അതുപോലെ ഒന്നും ഇല്ല. ഇത് ഞാൻ ചേട്ടൻ സാധാരണ ഉപമ പറയുമ്പോ അതിനോടൊരു സാമ്യം തോന്നാറുണ്ട്. അല്ല, ഞാനത് ശ്രദ്ധിച്ചിട്ടില്ല. ഇത് പാടെ തെറ്റിപ്പോയി. ആ അല്ല, മറ്റേത് ശരിയല്ലേ പകിട കളിക്കുന്നത്. കറക്റ്റ് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ഷേപ്പിൽ. അല്ല, ഇതൊന്ന് വളഞ്ഞു എന്നുള്ള ഒന്ന് അടിച്ച് ഒന്ന് ഇതാക്കുന്നത് മാത്രമല്ല. ഇത് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ ശരിയാക്കിയത് അപ്പുറം. ഇതൊരു ഫോട്ടോ എടുത്തിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. എന്നിട്ട് മികച്ച അടിക്കുറിപ്പ് മത്സരം എന്നൊക്കെ പറഞ്ഞിട്ട് ബാലരമേല് വരാറില്ലേ പണ്ട് ഓരോന്ന്. അപ്പൊ ആൾക്കാര് പറയും ഇത് കണ്ടിട്ട് എന്ത് തോന്നുന്നു എന്നുള്ളത് പറയും. കണ്ടാ, അയ്യോ തേങ്ങ അതിലേക്ക് മണ്ണ് വീണത് വന്ന് മണ്ണ് അടിക്കൂ. ഇതിന്റെ മുന്നിൽ അല്ല, ഇപ്പൊ ഈ സാധനം ഞാൻ പിടിച്ചപ്പോഴേ നമ്മൾ പണ്ടല്ല ഇങ്ങട് ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഇവിടെ കഴിച്ചപ്പോഴാണ് കേട്ടോ അറിഞ്ഞേ ഈ കൂർക്കും ചാളയും ഇങ്ങനെ ഒരു കോമ്പിനേഷൻ ഉണ്ടെന്ന്. അപ്പൊ ഇങ്ങനെ ഞാൻ വെക്കാൻ വെച്ചിട്ടുണ്ടെങ്കിലേ ഇതുപോലത്തെ ബുദ്ധിമുട്ടുകളൊന്നും തന്നെ ഇല്ല. വെറുതെ ചാള ഇടും, കുറച്ച് വെള്ളം ഒഴിക്കും, മുളക് പൊടിയും മഞ്ഞപ്പൊടിയും മല്ലിപ്പൊടിയും ഒരു ലേശം ഇടും, പിന്നെ ഇഞ്ചി ഉള്ളിയും ചതച്ചിട്ട് വേപ്പിൻ്റെ ഇല ഇട്ടിട്ട് അടുപ്പത്ത് വെക്കും. എന്നിട്ട് അതില് ചേട്ടൻ ചെയ്യണ കണ്ടിട്ടുള്ളത് ചാള എടുത്ത് കൂർക്കി ഇടുന്നതിനേക്കാളും മുൻപ് ചാള എടുത്ത് അതിൻ്റെ മുള്ളൊക്കെ കുടഞ്ഞ് കളഞ്ഞ് അതിൻ്റെ കഴുമ്പ് മാത്രം ഇടും. എന്നിട്ട് പിന്നെ കൂർക്കിയും ഇട്ട് വേവിച്ച് അങ്ങനെ ഉടച്ച് അങ്ങനെയൊക്കെ എടുക്കും, ഒരു പരുവാക്കിയിട്ട് അങ്ങനെ വെക്കുന്നത് കണ്ടേക്കണം. ഇതുപോലെ ഒന്നല്ല. അമ്മ എന്തൊരു ചെയ്യുന്നറിയോ, അമ്മ കൂർക്കല ചാളനെ ഒരു 5-6 കഷ്ണങ്ങളാക്കും.
കുറേ പേർക്ക് എത്തിക്കാനല്ല അങ്ങനെ ആക്കും ഒക്കെ ചെറുതായി നുറുക്കും. എന്നിട്ട് ഈ പറഞ്ഞ പോലെ ചാളക്കൂട്ടാൻ വെച്ചിട്ട് കൂർക്കയിലിടും. എന്നിട്ട് ചോറിന് ടൈമിൽ ഈ കൂർക്ക കൂട്ടാൻ ഇന്ന് മുള്ള് വായില് നിറയെ മുള്ളിൽ എടുത്ത് കളയാൻ നമുക്ക് നേരം. അപ്പൊ നമ്മളതിനൊരു മാറ്റം വരുത്തി. ഇത് ഈ ചാളയുടെ മാംസം മാത്രം മതി, മുള്ളു വേണ്ട. പിന്നെ അതല്ല, മുള്ളുള്ള ചാളയാണെങ്കിൽ പെട്ടു. ചില മുള്ളുള്ള ചാളയാണെങ്കിലേ കൂർക്കരിക്കേ അതാണെങ്കിലും പെട്ടു. ഇതിപ്പോ അങ്ങനെയല്ല വെക്കണേ, ഇത് നല്ല ഗ്രാൻഡ് ആയിട്ട് വെക്കണേ. അതന്നെ ചാള സാധാരണ പോലെ വെച്ചിട്ട് അതിൽ കൂർക്ക വേവിച്ചിട്ടല്ലേ ഇടണേ? അത് കൂർക്ക അതിലിടും. കൂർക്ക വേവിച്ചിട്ടാ മതി, അല്ലെങ്കിൽ ഈ കൂർക്ക വേവാൻ അതല്ല കുക്കറിൽ ഒരു വിസിലടിച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. എല്ലാ കൂർക്കമണികളും കറക്റ്റായിട്ട് ഒരു പാകത്തിന് ശരിക്ക് ഒരേ ലെവലിൽ വേവും. കൂട്ടാൻ്റെ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ശരിയാവില്ല. തീ കത്തിച്ചു. ഇതാണ് നമ്മുടെ ചാളാട്ടാ. പകുതി ചാളയാണ്. അര കിലോ അല്ല ഇനി. അപ്പോൾ സരിത കുറേ സാധനങ്ങൾ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട്. നമ്മൾ ചട്ടി അടുപ്പത്ത് വയ്ക്കുന്നുണ്ട് കേട്ടോ. ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു. ഇതുപോലത്തെ നമ്മൾ വെച്ചിട്ടില്ലേ? ഇപ്പം നീ വയ്ക്കുന്ന കൂട്ടാൻ വെച്ചിട്ടുണ്ടാവും, പക്ഷെ അതിൽ കൂർക്കിട്ടിട്ടില്ല. അതിൽ കൂർക്കിട്ടിട്ടില്ല. മുദ്ര ശ്രദ്ധിക്കണം. അതെ. വെളിച്ചെണ്ണ ചൂടായിട്ടാ. അപ്പോൾ ഒരു 2 മണി ഉലുവിട്ടു, ഒരു കുറച്ച് പെരിഞ്ചീരകം ഇട്ടു, എന്നിട്ട് സബോള, ഇഞ്ചി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞതും ഒക്കെ ഇടുന്നുണ്ട് കേട്ടോ. സബോളയ്ക്ക് പകരം മുഴുവൻ ചുമന്നുള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടായിരിക്കും കൂട്ടാൻ. അപ്പൊ കാറ്റായ കാരുടെ ചുമന്നുള്ളി നന്നാക്കാനായിട്ട് ഈ പറഞ്ഞ മാതിരിയാ അല്ലേ? കൊറേ സമയം വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. ഒക്കെ വലിഞ്ഞിരിക്കുക. അങ്ങനെ ആകെ ഭയങ്കര കാറ്റാ, ഭയങ്കര വരണ്ട കാലാവസ്ഥയാണ് ഇവിടെ. ഇതൊന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പൊ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പൊടികൾ ഇട്ടതൊക്കെ മൂത്തു. അപ്പോൾ ഒരു തക്കാളി അരിഞ്ഞ് കിട്ടും. ഇനി എനിക്ക് ഉപ്പിടാം. എൻ്റെ കൂർക്കാന്നകൽ കഴിഞ്ഞു. ആവശ്യമില്ല ചാളരിക്ക് ആവശ്യമുള്ള കൂർക്കാന്നകൽ കഴിഞ്ഞിട്ടാ. ഒരു 3-4 വട്ടം ഒന്ന് കഴുകി കഴിഞ്ഞാലേ കുക്കറിലൊന്ന് വേവിച്ച് കൊണ്ടുവരണ്ട. അടിപൊളി. ഇത് വാടി വന്നു കേട്ടാ. ഈ ഒരു പരുവത്തിലായി. തക്കാളി കുടഞ്ഞ് ചേർന്നു കണ്ട. ഇനി ഇതേ എടുക്കാൻ പോവാം. ഇതെടുത്തിട്ട് അരച്ചു കൊണ്ടുവരാം മിക്സിയിൽ. ഇത് അതിങ്ങനെ ഉരുണ്ട് നടക്കാം അവിടെ. കൈ കൊണ്ട് വാരിടാൻ പോവാ. അതെനിക്ക് മനസ്സിലായി. ഓക്കെ, ഇതൊന്ന് ചൂടാറുമ്പോൾ അരച്ചിട്ട് വരാം. പിന്നെ കൂർക്കതേ നന്നാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ കൂർക്കയിൽ കുറച്ച് ഉപ്പിട്ടിട്ട് ഇത് കുക്കറിൽ ഒരു വിസിലടുപ്പിച്ച് വേവിച്ച് കൊണ്ടിട്ട് സരിത അടുക്കളയിൽ പോയിട്ടേ വേവിച്ചിട്ട് വരാം. അപ്പോഴത്തേക്കും ഇതൊന്ന് ചൂടാറും. അപ്പം ഞാൻ ഇത് അരച്ചിട്ടും വരാം കേട്ടാ. ഇത് അടുപ്പത്ത് വെച്ചിട്ട് വരാം. നമ്മൾ ചീഞ്ചട്ടിയിലേക്ക് ചട്ടിയിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിക്കും. മതിയാ? മതി. ഇത് അരച്ചു കൊണ്ടുവന്നു കേട്ടാ. വെളിച്ചെണ്ണയിലേക്ക് ചുമന്നുള്ളി അരിഞ്ഞിട്ടു. അയ്യോ, ഉലുവിടാൻ മറന്നുപോയി. സോറി, ഉലുവിടാൻ മറന്നുപോയി. ഈ ഉള്ളിനെ കരയിലേക്ക് മാറ്റി വെച്ചിട്ടേ ഇത് ഇടട്ടാ ഉലുവ. ഞാൻ ആലോചിച്ചോട്ടാ ഉള്ളി ഇടുന്നതിന് മുന്നേ എന്തിട്ടോ ഇടാണ്ടില്ലോ. തെറ്റ് പറ്റിയല്ല ശരിയിലേക്ക് പോവുള്ളൂ. ശരിക്കും ഈ കൂട്ടാൻ വയ്ക്കൽ വലിയൊരു പണിയല്ല. കൂട്ടാൻ വയ്ക്കൽ മാത്രമല്ല, ഭക്ഷണം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സമയം ചിലവഴിക്കുന്നത് ഒരു വീട്ടമ്മ അല്ലേ? ശരി, ഭക്ഷണം ഉണ്ടാക്കാണ്ടിരിക്കുകയാണെങ്കിൽ അവർക്ക് എന്തോരം സമയം ലാഭിക്കാൻ പറ്റും അല്ലേ? ഇങ്ങനെ തന്നെ ഇങ്ങനെ വരുമ്പോൾ അവിടെ ഭക്ഷണം റെഡിയാക്കി ഉണ്ടാവുക അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ ലോകത്ത് ഒരു പ്രവർത്തനം നടക്കില്ല. എല്ലാവരും വെറുതെ മൊബൈൽ നോക്കി മാത്രം ഇരിക്കും. ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ, അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ ഒപ്പിക്കല്, അത് പിന്നെ ഉണ്ടാക്കല്, അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ ക്ലീൻ ചെയ്യല്,
അത് കഴിയുമ്പോൾ പിന്നെ അടുത്ത നേരത്തേക്കുള്ളത് കഴിക്കാനുള്ളത്. നമ്മളൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും ചെയ്യണില്ല. ചിലവർക്ക് രാവിലെ എന്തേലും മറ്റേ ഇഡ്ഡലി ദോശ പുട്ട് അങ്ങനത്തെ സാധനം വേണം. ഉച്ചയിലേക്ക് ചോറ് 2-3 തരം കറി വേണം. ഇനി ഇതൊന്നും പറ്റില്ല. വൈകുന്നേരം വേറെ ചപ്പാത്തി അങ്ങനത്തെ എന്തെങ്കിലും സാധനം വേണം. അങ്ങനെയുള്ള ആൾക്കാരുടെ കാര്യമാണ്. അങ്ങനെയുള്ള കുടുംബത്തിലത്തെ സ്ത്രീകളെ കാര്യം കട്ടപ്പോക. മറ്റേ പാസഞ്ചേഴ്സ് പറഞ്ഞിട്ടുള്ള ഒരു ഇംഗ്ലീഷ് വേർഡ് ഉണ്ട്. അതിൽ ഇതേപോലെ ഒരു മെഷീൻ ഉണ്ട്. അതിൽ നമുക്ക് ആവശ്യമുള്ള ഫുഡിന്റെ ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ ആ ഫുഡ് ഇങ്ങോട്ട് വരും. അത് മലയാള സിനിമ. പാസഞ്ചേഴ്സ് പറഞ്ഞിട്ടൊരു പടം ഉണ്ട്, ഇംഗ്ലീഷ് പടം ഉണ്ട്. ഇതിലേക്ക് പച്ചമുളക് അരിഞ്ഞിട്ടു കേട്ടോ. പിന്നെ കഴുകി വെച്ചതല്ലേ വേപ്പില. ഇത് ഇംഗ്ലീഷ് സിനിമയാണ്. അതായത് ഭൂമിയിൽ നിന്ന് വളരെ കുറേ ദൂരെയുള്ള ഒരു ഗ്രഹം, ഭൂമിനെ പോലെ തന്നെ പണ്ടോറല്ല, ഹോംസ്റ്റഡ് 2 എന്നാണ് പേരിട്ടാണ് അതിന്. അപ്പൊ അത് എന്നിട്ടാണ് ഭൂമിയുടെ പോലെ തന്നെ ജീവിക്കാനുള്ള എല്ലാ നമുക്ക് പറ്റുന്ന ഗ്രഹമാണ്. അവിടേക്ക് ഇവിടെ നിന്ന് കുറെ പേര് പോവാ ഭൂമിയിൽ നിന്ന്. അപ്പോൾ ഇവിടെ നിന്ന് 120 വർഷം ട്രാവൽ ചെയ്യണം അവിടെ എത്താനായിട്ട്. അപ്പം അങ്ങനെ ഇവിടുന്ന് ഈ ഒരു ഏവിയോൺ എന്ന് പറയുന്ന ഒരു സ്പേസ് ഷിപ്പ്, വലിയൊരു സംഭവം, അതിൻ്റെ ഉള്ളിൽ ഇവർ പോവാന്ന് പറഞ്ഞാൽ ഹൈബർനേഷൻ പോഡുകളിൽ എല്ലാവരും ഇങ്ങനെ ഉറങ്ങിയ അവസ്ഥയിലാണ്. ഉറങ്ങിയിട്ടാണ് പോകുന്നത്. ഓരോ പോഡുകളുണ്ട് അതിൻ്റെ ഉള്ളിൽ. അതിൽ ഓരോരുത്തരും ഇങ്ങനെ ഹൈബർനേഷനിലാണ് എടുക്കണേ. അപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് ഉണരുള്ളൂ. 120 വർഷം കഴിഞ്ഞിട്ട് നമ്മൾ ഇനി ഉണരുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് പുറപ്പെടുമ്പോ അതേ പ്രായം തന്നെയായിരിക്കും. നമുക്ക് ഒരു നമ്മളുടെ ശരീരത്തിന് ഇത് വന്നിട്ടുണ്ടാവില്ല, ഒന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ 5000 പാസഞ്ചേഴ്സ് ആയിട്ട് പിന്നെ 250 ക്രൂ ഇതിന്റെ ആൾക്കാരും ഒക്കെ ആയിട്ട് ഈ വാഹനം ഇവിടുന്ന് പുറപ്പെടുകയാണ്. അപ്പൊ അങ്ങനെ ഇതെല്ലാ കാര്യങ്ങളും മറ്റേ AI എല്ലാം കമ്പ്യൂട്ടർ ആണ്, ഓട്ടോ റോബോട്ട് അങ്ങനെ എല്ലാതും ഇത് കൺട്രോൾ ചെയ്തിട്ടാണ് ഈ വണ്ടി പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എല്ലാവരും ഉറങ്ങല്ലേ, ആരും ഓടിപ്പിക്കാനില്ല. എന്തെങ്കിലും അപകടങ്ങൾ വന്നാലും ഒക്കെ ഇത് തന്നെ കണക്കാക്കി അതിന് വേണ്ട സുരക്ഷകളും കാര്യങ്ങളൊക്കെ ഇത് തന്നെ ചെയ്യും. എന്തെങ്കിലും കംപ്ലൈന്റ് എവിടെയെങ്കിലും വന്നാലും ഓട്ടോമാറ്റിക് ആയിട്ട് അത് റിപ്പയർ ആക്കും. അങ്ങനെ എല്ലാതും ഇത് ചെയ്തുകൊണ്ടാണ് പോവാ. മതി, ഇനി ഇതിലേക്ക് നമ്മൾ ഈ അരപ്പിടാൻ പോവാട്ടാ. അടിപൊളി അരപ്പ്. ഇതിനൊരു കളറൊക്കെ നല്ല കളർ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി ഇടാം. അതിൽ വെള്ളം ഒഴിച്ച് കലക്കിക്കോ. ഇത് മൂത്ത സാധനം നമ്മൾ അരച്ചുകൊണ്ട് വന്നതല്ലേ. അതൊഴിച്ചോ. വെള്ളം ഒഴിക്കേണ്ടി വരും. പിന്നെ കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത്. ഉപ്പ് എന്തായാലും ഇടേണ്ടി വരും. കുറച്ചുകൂടി ഉപ്പ് ഇടുന്നുണ്ട് കേട്ടാ. അല്ലല്ല, ഉപ്പിട്ടുണ്ട്. കൂർക്കാരെ വിസിലടിച്ചു ഇങ്ങോട്ട് കൊണ്ടുവന്നുണ്ട്. ഇത് തിളച്ച് കഴിഞ്ഞിട്ട് കൂർക്ക വേവിച്ചു കൊണ്ടുവന്നുണ്ട് കേട്ടാ. എന്നിട്ട് പറയും വെള്ളമൊഴിച്ച് സെറ്റായിട്ടാ. തിളക്കുന്നത് മീനിടാം. അങ്ങനെ ഇവരിവിടുന്ന് പോവാണ്. ഇവർക്കിനി ഒരിക്കലും ഭൂമിയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഇവരെ ഇവിടെയുള്ള സ്വന്തക്കാരെയോ ഫ്രണ്ട്സിനെയോ ആരും ഇനി കാണാനോ ഒന്നും പറ്റില്ലല്ലോ. എല്ലാം ഉപേക്ഷിച്ചിട്ടാണ് ഇവർ പോണത്. 120 കൊല്ലം അവിടെ അങ്ങനെ ഇത് പോയിക്കൊണ്ടിരിക്കല്ലേ. ഭയങ്കരമായിട്ട് ഉൽക്കകളുണ്ടല്ലോ, അത് നിറഞ്ഞൊരു സ്ഥലത്തൂടെ ഈ സ്പേസ് ഷിപ്പ് കടന്നു പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇത് എന്ത് വന്ന് ഇങ്ങനെ മുട്ടിയാലും അതിനുള്ളൊരു പ്രൊട്ടക്ഷനൊക്കെ ഫ്രണ്ടിലുണ്ട്. അതുമ്പോൾ വന്നിട്ട് ഇടിച്ച് തകർന്നു പോവുള്ളൂ. പക്ഷേ ചെറിയ ഉൽക്കകളൊക്കെ കടന്ന് പിന്നെ വണ്ടനൊരു സാധനം, ഒരു വലിയൊരു തടസ്സം ഉണ്ട്, ഒരു വലിയൊരു ഉൽക്ക. അത് വന്നിടിക്കണോടുകൂടി അതിനും ഇത് തകർത്ത് കളഞ്ഞിട്ടാണ് ഇത് പോയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇത് ആകെ കിടന്ന് കുലുങ്ങി കുറേ എണ്ണം കംപ്ലൈന്റുകൾ വരും. അപ്പൊ കംപ്ലൈന്റുകൾ വരുന്നതൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് റിപ്പയർ ചെയ്തപ്പോൾ ഒരു 3-4 ഈ ഹൈബർനേഷൻ പോഡുകൾ ഉണ്ടല്ലോ, ഈ യാത്രക്കാർ കിടന്ന് ഉറങ്ങണ, അത് 3-4 എണ്ണത്തിന് കംപ്ലൈന്റ് ആവും. അപ്പൊ അതും ശരിയായി ഒരെണ്ണം മാത്രം ശരിയാവില്ല, അത് മാത്രം റിപ്പയർ ആവില്ല. അപ്പോൾ അതിൽ കിടക്കണം നമ്മുടെ നായകൻ
അവൻ ഉണരാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് 120 വർഷം കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എല്ലാതും ഇവരെ ഉണർത്താനുള്ള സൗകര്യങ്ങളും എല്ലാതും ഉണ്ട്. ഇവർക്ക് വെച്ചേക്കണ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ തന്നെ ഇവരെ മേത്തുനിന്ന് മാറും. ഇവരെ മേലൊരു ഇഞ്ചക്ഷൻ കൊടുക്കും. അങ്ങനെ ഒരു അതുവരെ ഒരു ശ്വാസം ഒന്നും വലിക്കണില്ല, ഒരു ശ്വാസം വലിക്കാൻ തുടങ്ങും. അപ്പോൾ ഇയാൾ എണീക്കുമ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഒന്നും അറിയില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ എല്ലാതും ഇങ്ങനെ സ്ക്രീൻ വരും ഫ്രണ്ടിൽ. നിങ്ങൾ ഇങ്ങനെ ഹോം സ്റ്റേ ഇവിടെ എത്തിയിരിക്കുന്നു, നിങ്ങൾ ഭൂമിയിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് 120 വർഷമായി, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇവർ പറഞ്ഞു കൊടുക്കും. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു തലവേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ റൂമിൽ പോയിട്ട് വിശ്രമിക്കുക. അപ്പോൾ ഇവരുടെ കൈമേൽ ഒരു ബാൻഡ് ഉണ്ടാവും. ആ ബാൻഡ് ഇങ്ങനെ കാണിച്ചാൽ നിങ്ങളുടെ റൂം ഏതാണോ ആ റൂമിന്റെ മാത്രം ലൈറ്റ് കത്തിയിട്ടുണ്ടാവും ആ ഡോറ്. എന്തൊരു രസം അതൊക്കെ കാണാന്നറിയോ. അതിന്റെ ഉൾഭാഗേ ഈ സ്പേസ് ഷിപ്പിന്റെ 7 സ്റ്റാർ ഹോട്ടലൊക്കെ പോലെ അല്ല. എന്നിട്ട് ഇവൻ അവിടെ ചെല്ലും. ഇവനൊന്നും അറിയണല്ലോ. ഇവന് നടക്കാൻ തന്നെ പറ്റില്ല. ഇത്രയും സമയം കിടക്കല്ലേ, ഇത്രയും വർഷങ്ങളായിട്ട്. അപ്പൊ ശരീരം അതിന് ഇതാക്കണം. അപ്പൊ ഒന്ന് നന്നായി കിടന്നൊന്ന് ഉറങ്ങി നന്നായിട്ട് ഫ്ലൂയിഡ് കുടിക്കുക. അപ്പോൾ റൂമിൽ ചെല്ലുമ്പോഴേക്കും റൂമിൽ ഇവന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി ഇവൻ കിടന്നുറങ്ങി എണീറ്റ് ഒക്കെ ഡ്രസ്സ് ചെയ്തൊക്കെ സെറ്റായി വന്ന് ഒരു കോൺഫറൻസ് ഹാള് പോലെ അവിടേക്ക് വരാൻ പറയാം. അപ്പോൾ വെൽക്കം എന്ന് പറഞ്ഞിട്ടൊരു ഇത് തന്നെയാണ് എല്ലാം. അപ്പൊ നീ നമ്മുടെ മീൻകൂട്ട തിളച്ചു തുടങ്ങിയിട്ടാ. അപ്പൊ എനിക്ക് ചാളകൾ ഓരോന്നോരോന്നായിട്ട് ഇടുന്നു. ബാക്കി പറയൂ. കേൾക്കാൻ രസമായി. അങ്ങനെ അവൻ കുളിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് കുട്ടപ്പനൊക്കെ ആയിട്ടേ കോൺഫറൻസ് ഹാളിലേക്ക് വരികയാണ് കേട്ടാ. അപ്പം അവിടെ ഇങ്ങനെ ഒരു വെർച്വൽ റിയാലിറ്റി അങ്ങനത്തെ ഒരു പെണ്ണ് നിന്നിട്ട് ഇങ്ങനെ വരൂ. എല്ലാം ഓട്ടോമാറ്റിക്കാണ്. അതായത് ആള് വന്നാൽ അതിന് സെൻസറുകൾ വർക്കാവുണ്ടാവുക. അപ്പോൾ ആള് വരുന്നത് എന്തായാലും 120 വർഷം കഴിഞ്ഞിട്ടാവുമല്ലോ. അപ്പോൾ ആള് വന്നപ്പോൾ നിങ്ങൾക്ക് സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് ഇരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിനി പോകാൻ പോകുന്ന ഗ്രഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഹോം സ്റ്റേ 2 എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭൂമിയിലായിരുന്നു. ഒരു ഭൂമി ഇങ്ങനെ സ്ക്രീനിൽ ഭൂമി കാണിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമായിരുന്നു വിശ്വസിക്കുന്നു എന്നൊക്കെ പറയും. എല്ലാവരും ഇരിക്കൂ എന്നൊക്കെ പറയും. അപ്പോൾ ഇവൻ നോക്കുമ്പോൾ മാത്രമുള്ളൂ. അപ്പോൾ ഒരു കാര്യം പറയാണ്ടെന്ന് പറയും നിങ്ങൾക്ക് പറയാൻ അവസരം തരാം, ഞാനത് ആദ്യം അവസാനിപ്പിക്കട്ടെ എന്ന് പറയും. അപ്പോൾ പറയും ഇവിടെ ആരുമില്ല എന്ന് പറയും ആരുമില്ല എന്നാ നിങ്ങളടക്കം എത്രയും കൂടി പേര് എണ്ണം പറയും. അത്ര പേര് ഈ ഹാളിലുണ്ടല്ലോ എന്ന് പറയും. ഈ നിക്കണ പെണ്ണ് ഒറിജിനൽ പെണ്ണല്ല, ഈ രൂപം, ഈ കമ്പ്യൂട്ടർ. അപ്പോൾ അവൻ പെട്ടെന്ന് ടെൻഷനാവും. പുറത്തേക്ക് ഇറങ്ങി ഇങ്ങനെ ഈ സ്പേസ് ഷിപ്പ് മൊത്തം ഓടി നടക്കുമ്പോൾ ഒരൊറ്റ എനക്കല്ല. മറ്റേ ഹൈബർനേഷൻ പോഡിൻ്റെ അവിടേക്കൊക്കെ ചെല്ലുമ്പോൾ എല്ലാ ഇവന് എണീറ്റ് അതൊഴിച്ച് ബാക്കിയൊക്കെ അതിലൊക്കെ ആൾക്കാർ ഇറങ്ങിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻക്വയറിയുടെ ഇതുണ്ട്, നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നോക്കണ സ്ഥലം. അവിടെ ചെന്നിട്ട് ഇവൻ അതിൽ നോക്കുമ്പോൾ ചോദിക്കണേനൊക്കെ ഇങ്ങനെയാ പറയണേ, നിങ്ങൾ ഇവിടെ എത്താറായി അങ്ങനെ തന്നെയാ പറയണേ, നിങ്ങൾ കുറേ പേരുണ്ട് അങ്ങനെ തന്നെയാ പറയണത്. പിന്നെ വേറൊരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമുക്ക് നമ്മളുടെ എല്ലാ ഡൗട്ട്സുകളും ക്ലിയർ ചെയ്യണം, അങ്ങനത്തെ ഒരു സ്ഥലം. അവിടെ ചെല്ലുമ്പോൾ എന്താണ് നിങ്ങൾക്ക് അറിയേണ്ടത് അങ്ങനെ ചോദിക്കും. അപ്പോൾ നിങ്ങളിപ്പോൾ ഇത് ഭൂമിയിൽ നിന്നും ഇവിടേക്കുള്ള യാത്രയിലാണ് എന്ന് പറയും. അപ്പോൾ ഭൂമിയിൽ നിന്ന് എത്ര നാളായി പുറപ്പെട്ടിട്ട് ചോദിക്കും. പറയും 30 വർഷമായി പുറപ്പെട്ടിട്ട്, ഇനി 90 വർഷം കൂടിയും കഴിയണം അവിടെ എത്താൻ. അപ്പോഴേ ഇവനോക എന്ത് ചെയ്യും, ഇനി 90 കൊല്ലം ഇവന് ഒറ്റയ്ക്ക് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കേണ്ട. 90 കൊല്ലം ഇനി ഇവന് ഒരിക്കലും അവിടെ എത്താൻ പറ്റില്ല. ഒരിക്കലും 90 വർഷം അവൻ ജീവിച്ചിരിക്കില്ല. അപ്പോൾ എൻ്റെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇനി മരിക്കേണ്ടി വരും, അത് ഒറ്റയ്ക്ക്, ഒരാളും ഇല്ല. അങ്ങനത്തെ ഒരവസ്ഥ. ഞാൻ പറഞ്ഞു വന്നത് എന്തിട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്ത് വെച്ചേക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പ്ലാനറ്റിൽ എത്തണേൻ്റെ 4 മാസം മുൻപ് എല്ലാവരും ഉണരും. 4 മാസം പിന്നെ എല്ലാവരും ഇതിൻ്റെ ഉള്ളിലാണ് ജീവിക്കുക. അപ്പോൾ ഈ 4 മാസം ഈ 5000 പാസഞ്ചേഴ്സിനും മറ്റേ ക്രൂ ഉണ്ടല്ലോ കുറച്ച് പേര്, അവർക്കും കഴിക്കാനുള്ള ഭക്ഷണം ഇതിലുണ്ട്. ഇതിൻ്റെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ബട്ടൺ ഞെക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭക്ഷണം വരും. പ്ലേറ്റിൽ ഫുഡ്, കാപ്പി, അതെടുത്ത് ക്യാൻസർ സാധനം വരും. അപ്പം ഇവൻ ഓരോന്ന് ഞെക്കും. വിശക്കുമ്പോൾ ചെന്നിട്ട് ആ സ്ഥലത്തേക്ക് ചെല്ലും, ഫുഡ് കഴിക്കാൻ വേണ്ടി ഞെക്കുമ്പോൾ ഇവനത് കിട്ടില്ല. ഇവൻ്റെ ബാൻഡ് കാണിക്കുമ്പോഴേ പ്രീമിയം മെമ്പർ അല്ല ഇവൻ. അതായത് ഇതിൽ തന്നെ കാശ് കൂടുതൽ അടച്ചവർ പ്രീമിയം, പിന്നെ അതിൻ്റെ മിഡിൽ ക്ലാസ്സും അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ പൈസ കുറവ് അടച്ചിട്ടുള്ളവർക്ക് അത്ര നല്ല ഭക്ഷണമല്ല, വേറെ എന്തോ ഫുഡാണ്. അപ്പൊ അത് എല്ലാ ഭക്ഷണത്തിന്റെയും ബട്ടണുകളും ഞെക്കുമ്പോഴും ഇവനത് കിട്ടില്ല. ലാസ്റ്റ് പറഞ്ഞത് ഞെക്കുമ്പോഴും ഇവന് കിട്ടും. അങ്ങനെ അത് കഴിക്കും. അങ്ങനെ ഇവൻ അവിടെ ജീവിക്കും.
അങ്ങനെ ജീവിച്ച് ഒരു വർഷത്തോളം ഒക്കെ ആവാറാവും. താടി മുടിയൊക്കെ വളർത്തി ഇവനാകെ ക്ഷീണിതനായി. പിന്നെ ഇവൻ ഇടയ്ക്കൊന്നും ഇതാവും, അതിൻ്റെ ഉള്ളിൽ ഡാൻസ് കളിക്കാനും പിന്നെ അങ്ങനെ കുറേ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള സൗകര്യങ്ങളും തിയേറ്ററും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ കാരണം ഈ 4 മാസം കഴിഞ്ഞ് എല്ലാവരും ഉണർന്നു കഴിഞ്ഞാൽ 4 മാസത്തോളം ഇവർക്ക് ഇതിൽ ജീവിക്കേണ്ടതല്ലേ. അപ്പം അതിനുള്ള കുറേ എൻ്റർടൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ ഇവൻ അതിനൊക്കെ പോവും. പക്ഷെ അതിനൊക്കെ പോയാലും ഒരു നിരാശയാണ്. അപ്പൊ ഒരു പിന്നെ ഇവൻ നടന്ന് പെട്ടെന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാളെ കാണും, ബാറ് സെറ്റ് ചെയ്തേക്കണം. അപ്പൊ ആ ബാറിനോട് ചിലപ്പോ ഒരു മനുഷ്യനേലും കണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഓടി ചെല്ലും. അപ്പോൾ ചെന്നിട്ട് സംസാരിക്കുമ്പോഴാണ് അത് എന്തിട്ട് വേണ്ടെന്ന് ചോദിക്കും, വിസ്കി ആണോ മറ്റേ എന്തിട്ട് വേണ്ടെന്ന് ചോദിക്കും. പോകാൻ അത് പോകുമ്പോഴാണ് മനസ്സിലാവുക ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് മനുഷ്യരൂപമുള്ളൂ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മറ്റേ റോബോട്ടാണ്, അതിന്റെ കാല് മറ്റേ മെഷീൻ അതാണ്. അതിൻ്റെ അടുത്ത് സംസാരിച്ചിരിക്കും. അതിന് ശരിക്കും മനുഷ്യനോട് സംസാരിക്കണ പോലെ തന്നെയാണ്. അപ്പൊ അതിനോട് ഇവന്റെ വിഷമങ്ങളൊക്കെ പറയും. അപ്പൊ ആളിങ്ങനെ ഓരോ എന്തെങ്കിലുമൊക്കെ മറുപടികൾ പറഞ്ഞ് അങ്ങനെ അതാണ് ആകെപ്പാടൊരു കമ്പനിയുള്ള ഒരാള്. അതായാലും മെഷീനാണല്ലോ, നമ്മുടെ ഇമോഷൻസ് ഒന്നും മനസ്സിലാവില്ലല്ലോ അതിന്. അങ്ങനെ ഇവന് 1 വർഷത്തോളൊക്കെ കഴിയുമ്പോൾ ഇവൻ ലാസ്റ്റ് ഇവൻ കുറേ ഇത് ശരിയാക്കാനൊക്കെ ശ്രമിക്കൂട്ടാ. ഇതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള ബുക്കുകളൊക്കെ ഉണ്ട്. ആ സ്ഥലത്തേക്ക് പോയിട്ട് അതിൻ്റെ ബുക്കൊക്കെ എടുത്ത് ഇവൻ സ്വയം ഇവൻ്റെ പോഡില്ല അതിൻ്റെ ഉള്ളിൽ കയറി കിടന്ന് അടച്ച് അതിൻ്റെ ഉള്ളിൽ വീട് സ്ലീപ്പിലേക്ക് പോകാനായിട്ടുള്ള ഇതുകളൊക്കെ അതിന് വേണ്ടിയിട്ടൊക്കെ കുറേ ട്രൈ ചെയ്യും. അപ്പോൾ പറ്റില്ല, അത് നമുക്കൊരിക്കലും നമ്മൾക്ക് തന്നെ ചെയ്യാൻ പറ്റില്ല. ഇതിൻ്റെ ക്രൂ ഉണ്ടല്ലോ, അവർക്കാണ് ചെയ്തു തരാൻ പറ്റുള്ളൂ, വേറൊരാൾക്കാണ് ചെയ്തു തരാൻ പറ്റുള്ളൂ. അപ്പോൾ അല്ലാണ്ട് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റില്ല. അങ്ങനെയൊക്കെ അങ്ങനെ ആയി ലാസ്റ്റ് പറയുന്നത് കഥയൊക്കെ പറഞ്ഞ ആൾക്കാർക്ക് ബോറടിക്കുന്നുണ്ടാവും. പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞ സിനിമ ഉണ്ടാൽ മതി, ഇംഗ്ലീഷ് പടം. അറിയേ എൻ്റെ എന്ത് തങ്ങി എന്തിട്ടുണ്ടാവുക ആകാംക്ഷ നിർത്തിയിട്ടുണ്ട് കാര്യം. എല്ലാവർക്കും പാസഞ്ചേഴ്സ് കാണാൻ പറ്റൂ, അതിന്റെ കഥ അറിയൂ? അത് നെറ്റ്ഫ്ലിക്സിലുണ്ടെന്ന് പറഞ്ഞിട്ട് ബായ്. അത് എന്നിട്ട് ഇവൻ ലാസ്റ്റ് ഒരു തീരുമാനം എടുക്കും, ഒരു കൂട്ട് വേണം. അപ്പോൾ മറ്റേ കുറെ പേർക്ക് ഉറങ്ങുണ്ടല്ലോ, 5000-ഓളം പേര്. അതിൽ ഇവൻ നടന്ന് പിന്നെ അതിലത്തെ അറോറ എന്ന് പറയുന്ന ഒരു പെൺകുട്ടീനെ ഇവന് നല്ല ഇഷ്ടവും. അപ്പൊ അതിന്റെ ആ പെൺകുട്ടി കിടന്നുറങ്ങണതിന്റെ അടുത്ത് എപ്പോഴും എല്ലാ ദിവസവും ചെന്നിരിക്കും. ഫുഡ് കഴിക്കുമ്പോഴൊക്കെ അവളുടെ അടുത്ത് ഇരുന്നിട്ട് കഴിക്കുക. അപ്പോൾ അവിടെ ഒരു ബട്ടൺ ഞെക്കി കഴിഞ്ഞാൽ അവള് ഇങ്ങോട്ട് പോരണേലും മുന്നുള്ള അവളുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസും ഒക്കെ വരും. അതായത് ഇവിടേക്ക് വരുന്നതിന് മുന്നേ ചാനലുകാരൊക്കെ ഇന്റർവ്യൂ ചെയ്യും. അതായത് നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തു, ശരിക്കും ഇവിടുന്ന് പോവല്ലേ, ഇനി വരില്ലല്ലോ ഒരിക്കലും. അപ്പൊ ഇവളൊരു എഴുത്തുകാരിയാണ്. അപ്പോ അവള് പറയും, എൻ്റെ അച്ഛൻ എപ്പോഴും പറയും, നിങ്ങളൊരു സാധാരണ ജീവിതം നയിക്കുകയാണെങ്കിൽ ഒരു സാധാരണ കഥയെ നിങ്ങൾക്ക് എഴുതാണ്ടാവുള്ളൂ. ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫ് കൊണ്ടുപോകുന്ന ആൾക്കാണ് അങ്ങനത്തെ സ്റ്റോറികൾ എഴുതാൻ കിട്ടുള്ളൂ. അപ്പോ അങ്ങനെ അച്ഛൻ പണ്ട് പറയാറുണ്ട് എന്നൊക്കെ പറയും. അങ്ങനെ ഇവളെ കുറിച്ച് ഇങ്ങനെ കണ്ട് ഇവളെ ഭയങ്കര ഇഷ്ടവും. അപ്പൊ ഇവളെ ഉണർത്താൻ തീരുമാനിക്കും. ഉണർത്തണോ വേണ്ടയോ എന്ന് കുറെ ആലോചിച്ചാൽ, കാരണം അവളുടെ ലൈഫ് പോവല്ലേ. പക്ഷെ ഇവനെ കൊണ്ട് പറ്റണില്ലേ ജീവിക്കാൻ. ഇവൻ മരിക്കാനൊക്കെ നോക്കുക. അതിൻ്റെ ഇടയിൽ ഈ സാധനം നോക്കി അതിലുള്ള ഇതിൽ ഉണർത്താനുള്ള സംഭവങ്ങളൊക്കെ അറിയണുണ്ട്. അത് വെച്ചിട്ട് ഇവളെ ഉണർത്തിയിട്ട് ഇവനോടൊന്ന് ഓടും. അപ്പൊ ഇവൻ ഉണർന്ന പോലെ ഇവളും ഉണരും. ഇവളും വിചാരിക്കും 120 വർഷമായി ഇവിടെ എത്തി എന്നൊക്കെ വിചാരിക്കും. പിന്നെ ഇവള് നടന്ന് നോക്കുമ്പോൾ ആരും കാണണ്ട്. ഇവള് ഹലോ ആരെങ്കിലും ഉണ്ടാ ഇവിടെ എന്ന് പറഞ്ഞിട്ട് നടക്കുമ്പോൾ ഇവൻ അങ്ങനെ ചെല്ലും. അങ്ങനെ അപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ നിങ്ങളത് എന്നാ ഉണർന്നതെന്ന് ചോദിക്കും. അപ്പോൾ എന്തോ വൈറസ് ഇത് വന്നതാണ്, അങ്ങനെ സംഭവിക്കാം. അങ്ങനെ പിന്നെ ഇവർ രണ്ടുപേരും സംസാരിച്ച്, ഇവരാദ്യം ഫ്രണ്ട്ലി പോലെ സംസാരിച്ച് പിന്നെ ഇവർ പ്രണയത്തിലാവും. അങ്ങനെ ഒരു ഇവൾക്ക് ഇവളെ പ്രപ്പോസ് ചെയ്യും. അതായത് കല്യാണം കഴിക്കാൻ ചോദിക്കില്ലേ, എന്നെ ഇംഗ്ലീഷ് സിനിമ വിൽ യു മാരി മീ മറ്റേ വിസ്കി ഈ ഗ്ലാസ്സിൽ ഇവർ കുടിക്കാനായിട്ട് മറ്റേ ബാർ കൗണ്ടറൊക്കെ ഉണ്ടല്ലോ, അങ്ങനെയാ തോന്നുന്നുണ്ട്, എനിക്ക് ശരിക്കും ഓർമ്മയില്ല. അതില് മറ്റേ മോതിരിട്ടിട്ട് റിങ് ഇട്ടിട്ട് അത് എവിടെ നിന്നാണ് ആ റിങ്ങൊക്കെ കിട്ടിയത്. അപ്പൊ അത് വെച്ചിട്ട് കൊടുക്കാനാന്ന് തോന്നുന്നുണ്ട്. മോതിരം എടുക്കാൻ എന്തിനോ ഇതെടുക്കാൻ വേണ്ടിയിട്ടാന്ന് തോന്നുന്നുണ്ട്. ഈ റിങ് എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോവും ഇവളെ ഇവിടെ ഇരുത്തിയിട്ട്. അപ്പൊ ഈ ബാർ കൗണ്ടറിൽ ഒരു റോബോട്ട് ഉണ്ടല്ലോ, ആ റോബോട്ട് പറയും, നിന്നെ ഉണർത്താൻ വേണ്ടിയിട്ട് 3-4 മാസം അവൻ ആലോചിച്ച് എന്നും ഇവിടെ വന്നിരുന്ന് ചർച്ചയായിരുന്നു, അവളെ ഉണർത്തണോ വേണ്ടയോ. അപ്പോഴാണ് ഇവള് അറിയാമല്ലോ ഉണർത്തിയതാന്ന്. അതോടുകൂടി വെറുപ്പാവും ഇവൾക്ക് അവനെ. പിന്നെ ഇവനെ അടുത്തേക്ക് വരുമ്പോ തന്നെ ഇവള് എൻ്റെ അടുത്തേക്ക് വരരുത് പോന്ന് പറഞ്ഞിട്ട് അത്രയ്ക്കും ദേഷ്യവും. പിന്നെ അങ്ങനെ പിന്നെ മിണ്ടാണ്ട് അങ്ങനെ പിന്നെ ജീവിതം കുറച്ച് നാള് അങ്ങനെയൊക്കെ കഥ പോയി. ക്രൂ മെമ്പർ അതിൽ തുണരും, ആളെ എണിറ്റ് വരും. പിന്നെ കാണേണ്ട പടം, അതൊരു ഫാന്റസി അങ്ങനത്തെ പടമല്ലേ, സയന്റിഫിക്
അങ്ങനത്തെ പടല്ലേ സൈഫൈ. എന്തായാലും ആവട്ടെ, നീ അവിടെ വരെ നിർത്താം. അതെ, നമ്മുടെ തിളച്ച് മീൻ ഇങ്ങനെയായി തുടങ്ങിയിട്ട മീൻ ഇത് ഇപ്പോൾ ഇങ്ങനെ നമുക്ക് പിടിപ്പിക്കാൻ പറ്റണം. പറ്റേ കുറച്ച് നേരം മീൻ കഴിക്കാം. ഇവള് ഉണർന്നതിന് ശേഷം ഫുഡ് കഴിക്കാനായിട്ട് അവിടേക്ക് പോകുമ്പോഴേ ഇവള് മറ്റേ പ്രീമിയം പാസഞ്ചറാ. അപ്പൊ ഇവൾക്ക് എല്ലാ ഫുഡും കിട്ടും. അപ്പൊ ഇവള് നല്ല ഫുഡ്, ബർഗർ, മറ്റേത് തേങ്ങ അങ്ങനത്തെ എല്ലാ സാധനങ്ങളായിട്ട് ഇവൾക്ക് വരും. ഐസ്ക്രീമോ അതും ഇതൊക്കെ ഇട്ട്. അപ്പോൾ ഇവൻ മറ്റേ ബ്രെഡ് അങ്ങനത്തെ എന്തോ സാധനം കഴിച്ചിരിക്കുക. അപ്പൊ എന്താന്ന് ചോദിക്കുമ്പോൾ ഇവൻ പറയും, നിങ്ങൾ ഭയങ്കര ലൈറ്റ് ഫുഡാണല്ലോ കഴിക്കണം, ഇതാണോ ഇഷ്ടം? ഞാൻ പറയും എനിക്കിതേ കിട്ടും, ഞാൻ പ്രീമിയം മെമ്പർ അല്ല എന്ന് പറയുമ്പോൾ ഇത്ര നാളായിട്ട് ഇത് മാത്രമാണോ കഴിക്കണേന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ അടുത്തരാം, ഇത് കഴിക്കണ്ട, മതി മതി മതി, ഇനി ഇത് കഴിക്കണ്ട. അപ്പോൾ ഇവൻ പറയും സാരില്ല സാരില്ല എന്ന് പറയും. വേണ്ട എന്നിട്ട് ഇവന് അവളതന്നെ എടുത്തിട്ട് കൊണ്ടുകൊടുക്കും. അപ്പൊ അവനത് കഴിക്കുമ്പോഴത്തെ അവൻ്റെ ഒരു മുഖണ്ട്. കാരണം ഒരു കൊല്ലത്തോളം ഈ ബ്രെഡ് അങ്ങനത്തെ സാധനം ഉണക്ക സാധനം മാത്രമാണ് കഴിച്ചുകൊണ്ടിരിക്കണത്. എന്താ കഥ അല്ല ആശയങ്ങൾ. നമ്മുടെ ചാളൊക്കെ ഇങ്ങനെയായി. അപ്പൊ നമുക്കിത് വിട്ടു പോരാൻ നോക്കാട്ടാ. നമുക്ക് ഇതേ ബാലും പിടിച്ചിട്ടേ ഇങ്ങനെ എടുക്കുമ്പോ ഇതേണ്ട കുടഞ്ഞ് അയ്യോ ഇവിടെ കണ്ട ഇമ്രാൻ, ചാളര മുള്ളു വേണം നിനക്ക്? നമുക്ക് ചാളര മുള്ളു വേണമെന്ന്. അതുപോലെ എല്ലാ ചാളയും നമ്മൾ ഇങ്ങനെയാക്കി അതിൻ്റെ ചാളര മാംസം മാത്രം നമ്മൾ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇതിന്റെ കൂർക്ക മുഴുവൻ എടുത്തില്ലല്ലോ കൂർക്ക. എത്ര ചാളയുണ്ടായിരുന്നു കുടയുമ്പോഴേ പുറത്തേക്ക് തെറിക്കണം. ഇപ്പം ഈ ചാളനെ നമുക്ക് ഇങ്ങനെ എടുത്തിട്ട് നോക്കിയാൽ കുടയേണ്ട ആവശ്യമില്ല. നമുക്ക് അടുക്കളയിൽ വൃത്തികേടാക്കണ്ട വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ പിടിച്ചിട്ട് നോക്കിയാൽ ഇതിങ്ങനെ വെറുതെ നടത്തിയിടാട്ടാ. ഇമ്രാനോട് ചാളരെ മുള്ളു വേണം ചോദിച്ചോളൂ. ഇമ്രാൻ ഉറങ്ങോട് മിനിറ്റ് വന്നല്ലോ. ഇങ്ങനെയാക്കാട്ടാ. ഇപ്പൊ നോക്കിയാൽ നമ്മുടെ ഇത് നോക്കിയാൽ എല്ലാ മുള്ളും കളഞ്ഞു കേട്ടാ. കൂർക്ക വേവിച്ച കൂർക്ക നമ്മൾ ഇരിക്കുന്നു കേട്ടാ. നല്ല നീറ്റായിട്ട് കിട്ടും കൂർക്ക. കണ്ട വേവിച്ച കാരണേ നമുക്ക് ഒരേ വേവിൽ കിട്ടും. ഇതൊന്ന് കട്ടിയിലെടുക്കുക. ഇതാട്ടാ, ഇതിങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാട്ടാ. അതങ്ങനെ ആയിക്കൊണ്ടിരിക്കുമ്പോ അല്ല അങ്ങനെ നോക്കിയിട്ട് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് കുറവാണായിരുന്നു, അതുകൊണ്ട് ഞാൻ ഉപ്പ് ഇട്ടു മാത്രം. ആയിക്കൊണ്ടിരിക്കുമ്പോ ഇടാന്ന് പറയുമ്പോ ആൾക്കാർ ശരിക്കും ഈ സമയം വീണ്ടും ഉപ്പിടണം. വെറുതെ കഴിക്കാട്ടാ, വെറുതെ കഴിക്കാം. ഇനി പിന്നെ തരാം ട്ടാ, ചോറുണ്ടില്ലേ അപ്പൊ തരാട്ടാ. പോയി ചാർലീനെ വിളിച്ചിട്ട് വാ. ചാർലി എവിടെയാ? ചാർലീനെ വിളിച്ചിട്ട് വാ. ഇതിപ്പോ നോക്കിയേ കണ്ടാ, ഈ ഇതിപ്പോ ചാറുണ്ട്. ഇതൊക്കെ ചോറ് കൂട്ടി കഴിക്കാൻ പാകത്തിലുള്ള കട്ടിയാണ്. ഇനി ഇതിലും കട്ടി കൂട്ടണമെങ്കിൽ നമുക്ക് വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിക്കാനായിട്ട് ഇത്രയും കട്ടി കൂട്ടാൻ വേണമെങ്കിൽ ചാറത്തിലൂടെ കുറുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കൂർക്കയിലേക്ക് ഒന്നുകൂടി ചാറിൻ്റെ ഇതൊക്കെ നന്നായി പിടിക്കും. അപ്പോൾ ടേസ്റ്റ് കൂടും. കട്ടി കൂടുന്തോറും ടേസ്റ്റ് കൂടും കേട്ടോ. കട്ടി കുറയും തോറും ടേസ്റ്റ് കുറയുന്നില്ല. ചോറും കൂട്ടിയിടിക്കാൻ അടിപൊളി സാധനമാണ്. അപ്പോൾ ഒരു 2 മിനിറ്റ് നേരം കൂടി കഴിഞ്ഞാൽ നമുക്ക് ഇറക്കാം. സൂപ്പർ സാധനമാണ്. പാകത്തിന് കട്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഇറക്കാം. എന്നിട്ട് അടപ്പത്ത് വയ്ക്കണം. അടപ്പത്തല്ല, ഇത് പുറത്തേക്ക് എടുത്ത് വയ്ക്കണം. വെറുതെ 2 വേപ്പലിൽ നിന്ന് വെതർന്നു കേട്ടാ. വെറുതെ ഒരു തമാശിക്കുന്നത് മതി. അവസാനിച്ചു. അങ്ങനെ നമ്മുടെ സൂപ്പർ കൂട്ടാൻ നോക്കിയേ സെറ്റായിട്ടാ. മുള്ളില്ലാത്ത കാരണം ധൈര്യമായിട്ട് കഴിക്കാം. ചോറിൽ കൂട്ടി കുഴച്ചിട്ടോ അല്ലെ വേറെ ഇതിന്റെ കൂടെ വേണേ കഴിക്കാം. അരുതത്തിരി ചോറ് എടുത്ത് തോന്നുന്നുണ്ട്. ചൂട്ടോടെ തന്നെ ഒഴിക്കാട്ടോ. നമുക്ക് കുറച്ച് സമയം ഇരിക്കണം ആ കൂർക്കയിലേക്കൊക്കെ പിടിക്കാൻ. കുറച്ച് സമയം ഇരിക്കണം. അതിന് സമയം കേക്കുള്ളു ചേട്ടാ. കാണുമ്പോൾ കൊതിയാവുന്നു. ആവി പറക്കുന്നു. എന്തുട്ടാ കാണാൻ. നമ്മളെ ഇത് ചോറിൽ കൂട്ടി മുഴക്കടിക്കുക. മൈക്ക് വേണേ മാറ്റി വെച്ചോ. മൈക്കൊന്നും മാറ്റണ്ട. മൈക്ക് മാറ്റി എന്ത് കാര്യം? വർത്താനം പറയണ്ട. അല്ല ശബ്ദം കഴിക്കണ ശബ്ദം കേൾക്കാണ്ടിരിക്കാൻ. ഇത് ശരിക്ക് ഒരു നവംബർ ഡിസംബർ ആകുമ്പോൾ നല്ല നെയ്ച്ചള കിട്ടില്ലേ? ആ സമയത്താണെങ്കിൽ എന്താ പറഞ്ഞ ആസ്വാദനത്തിന് തടസ്സം നേരിടുന്നുണ്ട് ചേട്ടന് മൈക്കോടുള്ളതുകൊണ്ട്. അടിപൊളിട്ടാ. ഞാൻ ആദ്യം നേരം ഒരു ദിവസം മണം പോയി.
ഒരു ദിവസം മുഴുവൻ എനിക്ക് മണം ഒന്നും അറിയണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്രാവശ്യം സാധാരണ അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ വിശപ്പുണ്ടാവില്ല, ഒന്നും കഴിക്കാൻ തോന്നില്ല. കഞ്ഞി കുറച്ചെടുത്താൽ തന്നെ അത് മുഴുവൻ കഴിക്കാൻ പറ്റില്ല, അങ്ങനെയായിരുന്നു. ഇപ്രാവശ്യം എനിക്ക് വിശപ്പോണ്ട് വിശപ്പ്. 3 നേരം ഞാൻ ചോറാണ് കഴിച്ചത്. ഒരു ദിവസം ഞാൻ പറഞ്ഞില്ല മണമൊന്നും ഉണ്ടായിരുന്നില്ല, ടേസ്റ്റ് ഒന്നും അറിയണില്ല, എന്നാലും ഭയങ്കര വിശപ്പ്. അത് കാരണം തോന്നുന്നു. അല്ല അതുകൊണ്ട് എൻ്റെ മാറിയത് വേഗം 2 ദിവസം 3-ാമത്തെ ദിവസമായപ്പോഴേക്കും മാറി, നന്നായി കുറഞ്ഞു. അടിപൊളി. കൂർക്ക് കിട്ടണമെങ്കിൽ ചാളയ്ക്ക് ഒരാഴ്ച കൂടി ആയുസുള്ള കേട്ടോ. ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനത്തെ ഈ ചാള കിട്ടില്ല. അപ്പോൾ വേഗം തന്നെ വെച്ചോ പോയിട്ട് കൂർക്കും ചാളയും. അപ്പോൾ നിർത്താം. അടുത്ത വീട്ടിലാണ്. നന്ദി, നമസ്കാരം.